ഒന്ന് ഉറങ്ങാനും സമ്മതിക്കില്ല. ആരാ ഇത്? ഹലോ ഹലോ, പറഞ്ഞോ. സ്റ്റേഷനല്ലേ? അതെ, പോലീസ് സ്റ്റേഷനാണ്. സാറേ, മാളുവാണ്. അയ്യോ, ഞാൻ ഡ്യൂട്ടി സമയത്ത് അങ്ങനെ സ്മോള് കഴിക്കാറില്ലല്ലോ. അല്ല, സ്മോള് വേണമെന്നല്ല, ഞാൻ മാളുവാണ് സാറേ. പറഞ്ഞോ മാളു. സാറേ, ഞാനും എന്റെ ലവർ അമലും കൂടിയേ എന്നും വെളുക്കോളം ഫോണിൽ സംസാരിക്കുവേ രാത്രി. ഞങ്ങളിപ്പോ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്തുണ്ടല്ല, ഫോണ് കട്ടായി പോയി. അവനെ വിളിച്ചിട്ട് കിട്ടണില്ല സാറേ. ഒരു കാര്യം ചെയ്യാം, നമ്പർ ഇങ്ങോട്ട് നമുക്ക് ട്രേസ് ചെയ്യാം, കേസ് ഫയൽ ചെയ്യാം. അതൊന്നും വേണ്ട. പിന്നെ സാറിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ വെളുക്കോളം എന്റെ കൂടെ ഒന്ന് സംസാരിക്കാവോ? വെളുക്കോളം സംസാരിക്കുന്ന പെണ്ണെ വെച്ചിട്ട് വേണ്ടാണെന്ന് ഓരോ നിതാണി നൈറ്റ് ഡ്യൂട്ടിക്കുന്നാണോ മനഃപൂർവ്വം വിളിക്കുക, നമ്മൾ സ്ഥാനം തെറിപ്പിക്കാൻ വേണ്ടി. എനിക്കാണെങ്കിൽ പിഞ്ച് മനസ്സാ, ഞാൻ ചിലപ്പോൾ ചന്നാമിനാന്ന് അങ്ങോട്ട് വിളിച്ചും കളയും. അങ്ങനത്തെ ഒരു സ്വഭാവം കൂടി ഉണ്ട് എനിക്ക്. വല്യേട്ട എപ്പോ വന്നു? തറവാട്ടിയുള്ള എല്ലാവർക്കും സുഖം തന്നെ? തറവാടോ? അല്ല, അധികാരത്തിൽ വന്ന് ഇരിക്കുന്നോണ്ട് ചോദിച്ചതാ. അയ്യോ, ക്ഷീണം കൊണ്ടാക്കി ഇരുന്നാ സാർ. ക്ഷീണം കൊണ്ട്, കാരണം ഇത് അമ്യൂസ്മെന്റ് പാർക്ക് ആണല്ലോ, ഇയാൾക്ക് ക്ഷീണത്തിന് അഴിക്കാൻ. ഞാൻ പറയാം, ഞാൻ ഒരു കാര്യം പറയാൻ വന്നാ സാറേ. സാറേ, ഞാനേ പച്ചിലേന്ന് വരുവാ. അപ്പൊ കുണ്ടളപ്പുഴുവാണോ? ആണല്ലെന്ന്. പിന്നെ പച്ചിലാന്ന് പറഞ്ഞ എന്റെ നാടൻപാട്ട് സംഘത്തിന്റെ പേരാണ്. നാടൻ പാട്ടുകാരനാണെന്ന് പറയത്തേ ഇല്ല. ഇല്ലില്ല. തന്നാനെ തന്നാനാനെ തന്നാനാനെ തണ്ടാ. വിളിപ്പിക്കരുത്, എന്നെ കൊണ്ടത് വിളിപ്പിക്കരുത്. എനിക്ക് മനസ്സിലായി നാടൻ പാട്ടുകാരനാണെന്ന്. അല്ല, പച്ചിലായി എന്താണ് ഇങ്ങോട്ട് വന്നത്? സാറേ, ഞങ്ങൾക്ക് ഇന്ന് 2 പരിപാടിയായിരുന്നു. 8 മണിക്കത്തെ പരിപാടി 8 നില പൊട്ടി, നല്ല വേഷ കിട്ടി. അടുത്ത പരിപാടി 12 മണിക്കായിരുന്നു. പക്ഷെ ഇപ്പം മണി 2 ആയി. പക്ഷെ ഞങ്ങൾക്ക് അവിടെ ചെല്ലണം. നിന്റെ ധൈര്യം സമ്മതിക്കണം. മരണം ആദ്യം കൺമുന്നിൽ കൂടെ പോയത് അവൻ വീണ്ടും ചെന്ന് കയറും അടുത്ത അടി മേടിച്ചു കൂട്ടാൻ വേണ്ടി. ഞങ്ങളെ സംരക്ഷിക്കണമെന്ന്. പിന്നെ നീ സിംഹവാലം കുരങ്ങനാണല്ലേ, നിന്നെ ഇവിടെ കൂടുകെട്ടി ഞാൻ സംരക്ഷിക്കാൻ വേണ്ടി. അവിടെ കമ്മിറ്റിക്കാർ വിഷയം ഉണ്ടാക്കേണ്ടിരിക്കാൻ ചിലപ്പോ എല്ലാം കൂടി ഇങ്ങോട്ടുകാർ വരും. അവരിങ്ങോട്ടങ്ങനെ വരും. എന്റെ സ്റ്റേഷനിൽ കിടന്ന് ആരെങ്കിലും അലമറിച്ച് അടിച്ചാ നൂത്തോളാം ഞാൻ പറഞ്ഞേക്കാം. എടാ പച്ചില്ലേ, വേറൊരു കാര്യം ചോദിക്കട്ടെ, നിന്റെ നാടൻ പട്ടിയുള്ള ബാക്കി ആൾക്കാരൊക്കെ ഇവിടെ പോയി? 10-15 പേരുണ്ടായിരുന്നു സാറേ. പരിപാടി പൊട്ടിയപ്പോ എല്ലാം 4 വഴിക്ക് ഓടി. പക്ഷെ എന്റെ ഭാര്യ വെളി വന്നിപ്പുണ്ട്. ഇങ്ങോട്ട് കയറി വരാൻ പറ. മാണിനങ്കര തങ്കട്ടി മതുമ്മളാതുണ്ട്, മാണിനങ്കര തങ്കട്ടി മതുമ്മളാതുണ്ട്, മാണിനങ്കര തങ്കട്ടി മതുമ്മളാതുണ്ട്, മാണിനങ്കര തങ്കട്ടി മതുമ്മളാതുണ്ട്. നിന്റെ ഭാര്യക്ക് കമ്മിറ്റിക്കാരുടെ ഇന്ന് പെടലിക്ക് നല്ല അടി കിട്ടിയിട്ടുണ്ട്. കാരണം തല എവിടെ അത് പിടിച്ചു വെക്കുന്നുണ്ടാ. എന്റെ സാറ് അവളത് മുടിയാടുന്നതാ. മതി മതി, മുടിയാടിയത് മതി. അല്ല, മുടിയാട്ടക്കാർക്കൊക്കെ ഒത്തിരി മുടിയുണ്ട്, ഇത് കുറച്ചേ ഉള്ളല്ലേ. പരിപാടി പൊട്ടിപ്പളേ അവിടുത്തെ പണ്ണുകളാണ് കൂടി ഇവിടെ തലമുടിക്കാരെ പിടിച്ചതാ. ഇവിടെ തിരുപ്പൻ അവരല്ലിരിക്കുക. അടിപൊളി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ പരിപാടി എങ്ങനെയാണ് പൊളിഞ്ഞത്? സാറേ, ഞങ്ങളുടെ പരിപാടിക്ക് ആദ്യം ഞാൻ ഒരു ചാറ്റും. അതിലായിരിക്കും പരിപാടി ചീറ്റിയത്. എന്റെ സാറേ, നല്ലൊന്നാന്തരം ഒരു പാട്ടുണ്ടായിരുന്നു, അത് ഇയാൾ പാടി കൊളമൊക്കെ കളഞ്ഞു. ഏത് പാട്ട്? തൊട്ടുംകരക്കാരി തൊട്ടുംകരക്കാരി പെണ്ണുങ്ങൾക്ക് ഇത്തിരി ചന്തം കൊടുത്തവനാരാണ്ടാ. അത് ഉഗ്രം പാട്ടല്ലേ, അത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്തായിക്ക് വള്ളിയിട്ട് പാടി സാറേ. ഇന്തായിക്ക് വള്ളി എന്ന് പറയുമ്പോ തോട്ടുംകാരക്കാരി പെണ്ണ് സാറേ, നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് വരുന്ന ഒരു സമിതിയാണത്. വീൽ ചെയറിലായോ? അങ്ങനെയല്ല, എന്റെ അച്ഛൻ വളരെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ട ഒരു സമിതിയാണത്. എന്നെ ഇയാൾക്ക് കെട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് പാവം എന്റെ അച്ഛനിൽ സ്ത്രീധനം കൊടുക്കാൻ ഒന്നും ഉണ്ടായില്ല. ഈ സമിതി ഇയാളുടെ പേരിൽ എഴുതി കൊടുത്ത് അതോടുകൂടി ഈ സമിതി പൊളിയേ ചെയ്ത്. അച്ഛൻ തന്നതാ തോലില്ലാത്തൊരു ചെണ്ടയും മുടിയാടാൻ പറഞ്ഞ മുടിഞ്ഞ ആട്ടമാടുന്ന ഇവളെ. ആ തോലില്ലാത്ത ചെണ്ടയാണോ? ഇതാണോ? അയ്യോ, ഇതാണല്ലോ, ഇത് പുതിയ ചെണ്ടയാ. ഇതാണോ? സാധാരണ എല്ലാവരും ഈ ആടിന്റെ തോലും പശുവിന്റെ തോലൊക്കെ ഉപയോഗിക്കുന്നത്. ഇത് കാട്ടിലെ മാനിന്റെ തോല് കൊണ്ടുണ്ടാക്കിയ ചെണ്ടയാ. ഈ ഇടയ്ക്ക് പരിപാടി ഒന്നും ഇല്ലായിരുന്നല്ലേ? അതെങ്ങനെ മനസ്സിലായി? ഈ മാന്റെ തോലി കൂടെ കാണാൻ രോമം കിളിച്ചിറങ്ങിയല്ലേ? സാറിന് ഞങ്ങളുടെ പരിപാടി ഒക്കെ ആണെങ്കിൽ നമ്പറൊക്കെ തരാട്ടാ. നമ്പർ എന്തായാലും ഞാൻ മേടിക്കുന്നുണ്ട്, കാരണം ഇതെനിക്ക് ഫോറസ്റ്റിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കണമല്ലോ. അയ്യോ, അതല്ല. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ അങ്ങോട്ട് എങ്ങനെ ഇരിക്കും, നമുക്ക് ഇതിനൊരു വഴി ഉണ്ടാക്കാം. ഞങ്ങളെ വിളിച്ചിട്ട് വഴി വെട്ടാൻ പോവാന്നു? അതല്ലടാ, നിങ്ങളുടെ കമ്മിറ്റിക്കാർ കാണാതെ രക്ഷിക്കണ്ടേ, അതിന് ഞാനൊരു വഴി ഉണ്ടാക്കാം. സാറേ, ഞാൻ ബന്ധപ്പെട്ടിട്ട് ചോദിക്കണം നിർത്തി, ഇവിടെ സാറ് മാത്രമല്ല വേറെ പോലീസായിരുന്നില്ലേ? അതെന്താന്നറിയുമോ, ഈ 10 കിലോമീറ്റർ അപ്പുറത്ത് ഭയങ്കര വണ്ടി മോഷണം. അങ്ങനെ നമ്മുടെ ഇവിടെ നിന്ന് ഒരു ജീപ്പ് പോലീസുകാർ അങ്ങോട്ട് ചെന്ന് അന്വേഷിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അവന്മാര് പോലീസ് ജീപ്പ് എടുത്തോണ്ടങ്ങ് പോയി. 10-12 പോലീസുകാർ നടന്നു വന്നോണ്ടിരിക്കുക. ഈ നടന്നു വരുന്ന കൂട്ടത്തിലേ അവർക്ക് ഏതെങ്കിലും ഒരു വണ്ടിക്ക് കൈ കാണിച്ച് വരരുതോ? അവര് കൈ കാണിച്ച് ചെക്കിംഗ് ആണെന്ന് പറഞ്ഞ് ആരും വണ്ടി നിർത്തണില്ല, എല്ലാരും വണ്ടി എടുത്തോണ്ട് പോവുക.
അവിടെ എന്താ സാറിനെ കണ്ടിട്ട് ഒരു പാട്ടൊക്കെ പാടുന്ന പോലെ തോന്നി. സത്യം പറയല്ലേ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുത്തിക്കുറിക്കാറുണ്ട്. കൊത്തിപ്പറക്ക സാറിന്റെ പ്രാവോ? അതല്ല, ഈ നാടൻ പാട്ടൊക്കെ ഇടയ്ക്ക് ഞാൻ പാടാറുണ്ട്. ഇവിടെ പോലീസ് കലാമേളക്കൊക്കെ ഞാൻ ഇടയ്ക്ക് പാടാറുണ്ട്. ഞങ്ങള് കേട്ടിട്ടില്ല ഇതൊരു സാറിന്റെ പാട്ട്. ഒരു പാട്ട് പാടി. പാട്ട് പാടും ശ്ശെ, മോശം. പാട് സാറേ. ശ്ശെ, ആൾക്കാര് പാട് പറഞ്ഞോണ്ട് ഞാൻ പാടാം, കേക്കണേ. കേക്കാം കേക്കണോ? കേക്കാമെന്ന് പറഞ്ഞു. അതല്ല, പാട്ടാണ് പറഞ്ഞത്. കേക്കണോ പ്രിയ സ്കൂട്ടറേ, സൈക്കിളേ, സൈക്കിളോ? കാളവണ്ടി, അത് എന്തുവായിരുന്നു അത്? അതെ, കൂട്ടര്. ആ, കൂട്ടരെ. കേക്കണോ പ്രിയ കൂട്ടരെ, അവൾ കെഞ്ചി പറഞ്ഞ കഥ. ആ, കെഞ്ചി കെഞ്ചി പറഞ്ഞ കഥ. ആ കൊല്ലം കണ്ട് ഇല്ലം കണ്ട് കുണ്ടരെ അണ്ടി ആഫീസും കണ്ടേ. അവിടെ അണ്ടി തല്ലണ പെണ്ണിനെ കണ്ടേ. കൊല്ലം കണ്ട് ഇല്ലം കണ്ട് കുണ്ടറയിലെ അണ്ടി ആഫീസും കണ്ടേ. അവിടെ അണ്ടി തല്ലണ പെണ്ണിനെ കണ്ടേ. താങ്ക് യു വെരി മച്ച്. എങ്ങനെയുണ്ട് സാർ എന്താണ് പാടിക്കൂട്ടിയത്? നല്ലപോലെ ഞാൻ ഇങ്ങനെയൊക്കെ പാടും. നിങ്ങള് വിളി, പരിപാടിക്കൊക്കെ വിളി, കിട്ടുന്നതിന്റെ പാതി തന്നാ മതി. എന്താണ് പെണ്ണതല്ലേ? പരിപാടിക്ക് പോകുമ്പോ ഞങ്ങൾക്ക് കിട്ടുന്ന പാതി ഇത്, അത് മതിയോ സാറിന്? അടിയാണോ? എന്നാ ഞാൻ വരുന്നില്ല പരിപാടിക്കൊന്നും. സാറ് വാ നാളെ. നാളെ ഒരു പരിപാടി ഉണ്ട്. നാളെ എവിടെയാണ് പരിപാടി? വണ്ടാനത്ത്. ആ, അപ്പൊ എളുപ്പമായല്ലോ, മെഡിക്കൽ കോളേജ് നേരിട്ടും കേറിയാ മതിയല്ലോ. ഹലോ, ആ സമിതി ഏതാ? പച്ചിലല്ലേ? ആ എടാ, നിങ്ങൾക്ക് ഇന്ന് എവിടായിരുന്നു സെക്കൻഡ് പരിപാടിക്ക് പോകേണ്ടത്? കുന്നത്തൂര്. അപ്പൊ അവിടുത്തെ ദേവൻ എന്ന് പറഞ്ഞ ആളെ അറിയാമോ? പിന്നെ ആ ചേട്ടനല്ലേ ഞങ്ങൾക്ക് എപ്പോഴും പരിപാടി തന്നത്. ആ, നിങ്ങള് സെക്കൻഡ് പരിപാടിക്ക് പോകാത്തോണ്ട് ദേവൻ അവിടെ കമ്മിറ്റിക്കാരെല്ലാം പിടിച്ചു വെച്ചേക്കണെന്ന്. ആ, അവരറിഞ്ഞ്. എന്തോ നമ്മൾ സാറേ, ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകരുതേ. നിങ്ങളെ ഇന്നല്ല, നിങ്ങൾ എന്തായാലും ഒരു 3-4 ദിവസം ഞാൻ ഇവിടെ ഇടുവല്ലോ. അതെന്താ? ദേവൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോ ഏതിന്റെ ആയിരിക്കും. എനിക്ക് എന്റെ സ്വന്തം അച്ഛനാടാ. നിങ്ങൾ അവിടെ ചെന്നില്ലെന്ന് പറഞ്ഞ് എന്റെ അച്ഛനെന്ന് ആ കമ്മിറ്റിക്കാരെല്ലാം കൂടിയിട്ട് അടിക്കുന്ന അവിടെ. ക്ഷമിക്ക് സാറേ, ക്ഷമിക്കോ. ഞാൻ ഒരു കാര്യം പറയാം. എടാ, നല്ലോണം പാട്ട് പാടുന്ന ഒരുപാട് സമിതികൾ ഇവിടെ കേരളത്തിൽ ഉണ്ട്. അതിന്റെ ABCD പോലും അറിയാത്ത നീ ഇനി മേലെ നാടൻ പാട്ടെന്ന് പറഞ്ഞുകൊണ്ട് നടക്കരുത്. നിർത്തിക്കോണം. അപ്പൊ എന്റെ പച്ചില? എന്റെ അച്ഛൻ എന്തെങ്കിലും പറ്റിയാ നിന്റെ പച്ചില ഇടിച്ച് ഞാൻ പഴുത്തലയാക്കും. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.